എന്തെങ്കിലും ഒറ്റയ്ക്ക് പിറുപിറുത്തോണ്ടിരിക്കുന്നേ? പിന്നെ എന്ത് ചെയ്യാനാ മാഡം? ഓണറുടെ കാര്യം ദേഷ്യം വരെ എനിക്ക്. അദ്ദേഹം എന്താ ചെയ്തത്? മാഡം, ഓണർ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അവിടേക്ക് ചെല്ലുകയും ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ എന്നോട് ഫ്രീ ആണോ എന്ന് അതേ സാറെന്ന് പറഞ്ഞപ്പോഴേ പോയിട്ടൊരു ബിരിയാണി വാങ്ങിച്ചിട്ട് വരാൻ എന്നെ ഏൽപ്പിച്ചേക്കാം. ഇതാണ് ഇത്ര വലിയ കാര്യം? ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അങ്ങ് വാങ്ങിക്കൊടുത്താ പോരെ? എന്താ മാഡം ഈ പറയുന്നത്? ഞാനെന്താ ഇവിടുത്തെ സെക്യൂരിറ്റിയാ? എനിക്ക് എന്റേതായ ഒരു ഇമേജ് ഒക്കെ ഇല്ലേ? എന്നെ വിളിച്ചിട്ട് കടയൊക്കെ എങ്ങനെ പോകുന്നു, സ്റ്റാഫൊക്കെ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടോ, ഇനി അടുത്തതായിട്ട് ഇവിടെ എന്തൊക്കെ ചെയ്ത് ഈ കട ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ചോദിക്കുമെന്ന് വിചാരിച്ചപ്പോ ഒരു വിലയും തരാതെ ബിരിയാണി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞെങ്ങനെ? അല്ലെങ്കിൽ തന്നെ ഈ കടയിലെ പകുതി പേര് ഇപ്പൊ എനിക്ക് വിലയെ തരുന്നില്ല. അതിന്റെ ഇടയില ബിരിയാണി വാങ്ങിച്ചിട്ട് വരാൻ പറയുന്നത്. അതും ഇന്ന കടയിൽ പോയി തന്നെ ബിരിയാണി മേടിക്കണം പറഞ്ഞ് ആ കടയുടെ പേര് വരെ പറഞ്ഞിരിക്കുക. എന്താ മാഡം, മാഡത്തിന് ഇപ്പൊ എന്നെ കാണുമ്പോ ഒരു വിലയില്ലല്ലേ? എന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഉള്ളു തുറന്ന് ഞാൻ പറഞ്ഞപ്പോ അതൊക്കെ കേട്ട് ചിരിച്ചാൽ എങ്ങനെയാ? ഞാൻ അതിനൊന്നും അല്ല ചിരിച്ചത്. ഒന്ന് പോവാം മാഡം. എന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ചിരി വന്നോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ മാഡം ഇങ്ങനെ ചിരിച്ചാ? വെറുതെ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ പരാതി പറഞ്ഞോണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കാൻ നോക്ക്. ഓണർ എന്തിനാ നിന്നോട് ബിരിയാണി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞേ? എന്തിനായിരിക്കും? ലഞ്ചിന് കഴിക്കാൻ വേണ്ടി ബിരിയാണി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു തന്നെ. നിന്റെ ബുദ്ധി എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. മാഡം, പിന്നെ ബിരിയാണി കഴിക്കണം തോന്നിയപ്പോ അദ്ദേഹം പോയി വാങ്ങാതെ നിന്നോട് വാങ്ങാൻ പറഞ്ഞ എന്തിനാ? നീ അദ്ദേഹത്തിന്റെ കീഴെ പണിയെടുക്കുന്ന സ്റ്റാഫ് ആയതുകൊണ്ട് നിന്നോടത് പറഞ്ഞത്. ശരിയാ. ആ, അദ്ദേഹം നിനക്കൊരു ജോലി തന്നതുപോലെ നീ അദ്ദേഹം പറഞ്ഞ ജോലി നിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞ് ചെയ്യിക്കല്ലേ വേണ്ടത്? ഇവിടെ ഓണറെ എന്നെ അല്ലാതെ ബാക്കി എല്ലാരെയും കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള പവർ നിനക്കുണ്ട്. പറഞ്ഞു ശരിയാണല്ലോ. എനിക്ക് തന്നെ തലയിൽ തോന്നിയേ ഇല്ലെന്നേ. ഇപ്പൊ കണ്ടോ മാഡം, ഇനി എന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവാ. ആരാ പറ്റിയ ആള്? എന്തായി ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ഇതുപോലുള്ള ജോലിയൊക്കെ വരുമ്പോ നമുക്ക് വേണ്ടി അത് ചെയ്തു തരാനായിട്ട് നമുക്കും അടിമയെ പോലെ ഒരാൾ ഉണ്ടാവുമല്ലോ. വിജി, അവളോട് ഇത് ചെയ്യാൻ പറയ്. നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചവൾക്ക് നല്ലൊരു പണി കൊടുക്കാതെ നീ പണി വാങ്ങിയിട്ട് വന്നിരിക്ക. നീ അവളെ ടോർച്ചർ ചെയ്യുമ്പോ നിന്നെ വേണ്ട എന്ന് വെക്കണ്ടായിരുന്നുവെന്ന് അവക്കും തോന്നണമല്ലോ. ഇതാണ് മാഡം പൊളിയാന്ന് പറയുന്നത്. അതെ വിജി, ഇങ്ങൊന്നേ. ഒരു മിനിറ്റ് മാഡം, വന്നേക്കാം. ശരി മോളെ. വരട്ടെ. പറയൂ സാർ, എന്താ വിളിച്ചത്? നിന്നെ എന്തിനായിരിക്കും വിളിച്ചിരിക്കുക? ജോലിക്ക് വേണ്ടി തന്നെ. കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ് സാർ. വേറെ ആരെങ്കിലും വിളിച്ചാൽ ജോലി ഏൽപ്പിക്കും. കസ്റ്റമറെ നോക്കേണ്ട ജോലിയൊക്കെ ഞാൻ ഇവിടുത്തെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോളാം. ഞാൻ പറയുന്ന ജോലി നീ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? നേരെ പോയാലുണ്ടല്ലോ ഒരു സ്ട്രീറ്റ് വരും. ആ സ്ട്രീറ്റിൽ എത്തിയിട്ട് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ AKS എന്നൊരു റെസ്റ്റോറന്റ് കാണാം. അവിടെ പോയിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് വായി. മട്ടൻ ബിരിയാണി. മറന്നുപോലെ. ഇങ്ങനെ നോക്കി നിൽക്കുന്നെന്താ? വാങ്ങി. സാർ, ഇതൊന്നും എന്റെ ജോലിയല്ല. ഞാൻ ഈ കടയിൽ ജോലി ചെയ്യാനാ വന്നത്. നിങ്ങൾ പറയുന്ന കടയിലൊക്കെ പോയിട്ട് വരുന്നതല്ല എന്റെ ജോലി. കേട്ടില്ലേ മാഡം? ചെയ്യാൻ പറ്റില്ല. ശരി, ഇപ്പൊ എന്നോട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതേ നേരെ പോയിട്ട് ഓണറുടെ അടുത്ത് പറഞ്ഞേക്ക്. എന്തെങ്കിലും നോക്കി നിൽക്കുന്ന? ബിരിയാണി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞത് ഓണർ, ഞാനല്ല. ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ ഈ കടയിലെ ജോലി ചെയ്യുന്ന, പുറത്ത് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ജോലി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത് അയാളോട് പോയി പറഞ്ഞാൽ മതി. എന്തു പറ്റി? പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നൊക്കെ ഓണറുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലേ? പറ്റില്ല, കാരണം അവര് ഓണറാണല്ലോ.
അവരുടെ കയ്യിൽ നിന്ന് ശമ്പളം കൈനീട്ടി വാങ്ങുന്നോണ്ട് അവര് പറയുന്നതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടുത്തെ ജോലി ഉണ്ടാവില്ലല്ലോ. വെറുതെ ഇവിടെ നിന്ന് എന്നെ നോക്കി പേടിപ്പിക്കാതെ ഓ പെട്ടെന്ന് പോയിട്ട് ആ ബിരിയാണി അങ്ങ് വാങ്ങിച്ചിട്ട് വായോ. ഇതാ ഈ കാശുടി. പീസൊക്കെ നോക്കി വാങ്ങിച്ചേക്കണം, ഇല്ലെങ്കിൽ ഓണർ നിന്നെ പീസാക്കി മാറ്റും. എങ്ങനെയുണ്ട് മാഡം, എന്റെ പവർ കാണിച്ച എങ്ങനെയുണ്ട്? ഇപ്പോഴാ അവളോട് പെരുമാറേണ്ട രീതിയിൽ തന്നെ നീ പെരുമാറിയത്. മാഡം ഇനി മുതലെങ്കിലും അവൾ എന്നെ ശ്രദ്ധിക്കായിരിക്കും അല്ലേ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താങ്ക് യു. ആ ഹോട്ടൽ എത്തിയല്ലോ, ഇറങ്ങാം. നിക്ക്, ഞാൻ തുറന്നുതരാം. ആ വാ മോളെ, ഇറങ്ങ മെല്ലെ. ആ ആ വാ. വെൽക്കം സാർ. സാർ ആ ടേബിൾ ഫ്രീ ആണ്, അങ്ങോട്ടിരുന്നോളൂ. ഓക്കെ. ആരാ ഫ്രീ ഉള്ളേ? ആ സാറിന് ഓർഡർ എടുത്തേ. ഓക്കെ സാർ. നമസ്കാരം സാർ, എന്താ കഴിക്കാൻ വേണ്ട? യാ ഇല്ല, എന്താ അങ്കിൾ? നീ എന്താ കഴിക്കുന്നത്? അറിയില്ല അങ്കിൾ. നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറ, അത് നമുക്ക് ഓർഡർ ചെയ്യാം. എന്താ കഴിക്കാ? ഇവിടെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണെന്ന് പറ. മോക്ക് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ കഴിച്ചോട്ടെ. സാർ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ പോട്ടിക്കറി, ക്രാബ് മസാല, ചിക്കൻ 65, തന്തൂരി, മട്ടൻ പായ, ചിക്കൻ റോള്, ചിക്കൻ ലോലിപോപ്പ്, ഇതെല്ലാം ഉണ്ട് സാർ. ആ ചേട്ടൻ പറഞ്ഞ ഡിഷസിൽ മോക്ക് എന്താ ഇഷ്ടമെന്ന് പറ, അത് ഓർഡർ ചെയ്യാം. അങ്കിൾ തന്നെ അങ്ങ് ഓർഡർ ചെയ്താൽ മതി. എനിക്ക് എന്താ കഴിക്കണ്ടേന്ന് അറിയില്ല. അങ്ങനെയാണോ? ശരി, അപ്പൊ ഞാൻ തന്നെ നിനക്ക് വേണ്ടി ഓർഡർ ചെയ്യാം. എനിക്ക് ഓക്കെ. താങ്ക് യു. ഓക്കെ സാർ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല അങ്കിൾ. ഈ ഹോട്ടല് വലിയ ഹോട്ടലല്ലേ, അതുകൊണ്ടാ നോക്കിക്കൊണ്ടിരുന്നേ. ഓ